സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ജസാൻ, അസീർ, അൽബഹ, മക്ക, മദീന, റിയാദ്, നജ്റാൻ ഉൾപ്പെടെയുള്ള പ്രവിശ്യകളിലാണ് പ്രധാനമായും മഴ പ്രവചിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പടിഞ്ഞാറൻ, തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ മഴ കൂടുതൽ ശക്തമാകും. കനത്ത കാറ്റ്, കാഴ്ചപരിധി കുറയൽ, ആലിപ്പഴ വർഷം എന്നിവയ്ക്കൊപ്പം മിന്നൽ പ്രളയ സാധ്യതയുള്ളതിനാൽ വാദികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഇറങ്ങരുതെന്നും സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നും സിവിൽ ഡിഫൻസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെയോടെ രാജ്യത്തെ അസ്ഥിര കാലാവസ്ഥ മാറി അന്തരീക്ഷം സാധാരണ നിലയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുഎഇയിൽ കഠിനമായ വേനൽ ചൂടിന്റെ കാലഘട്ടം അവസാനിച്ചെങ്കിലും ചൂടിൽ നിന്ന് ഉടൻ പൂർണ്ണ ആശ്വാസം ലഭിക്കില്ല. അറേബ്യൻ പാരമ്പര്യ കലണ്ടർ പ്രകാരം കൊടുംചൂടിന്റെ ഘട്ടമായ ജംറത്ത് അൽ ഖൈസ് ഓഗസ്റ്റ് 11 പൂർത്തിയായി. മുൻ ആഴ്ചകളിൽ ഭൂമി ആഗിരണം ചെയ്ത ചൂട് നിലനിൽക്കുന്നതിനാലാണ് നിലവിൽ രാജ്യത്ത് ഉയർന്ന താപനില തുടരുന്നത്. വേനൽ ചൂട് കുറയുന്നതിന്റെ പരമ്പരാഗത സൂചനയായ സുഹൈൽ നക്ഷത്രം ഓഗസ്റ്റ് 24 തെക്ക് കിഴക്കൻ ആകാശത്ത് ദൃശ്യമാകും. എന്നാൽ ഇത് പെട്ടെന്നൊരു തണുപ്പ് എത്തിക്കില്ല. സെപ്റ്റംബർ അവസാന വാരം വരെ ഉയർന്ന ആർദ്രതയും പ്രഭാതമഞ്ഞും അനുഭവപ്പെടാം. ഇതിനിടെ കിഴക്കൻ മേഖലകളിലും ഹജർ പർവ്വത നിരകളിലും അൽ റവായിഫ് എന്നറിയപ്പെടുന്ന ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. ഒക്ടോബർ പകുതിയോടെ മാത്രമേ യുഎഇയിൽ സുഖകരമായ കാലാവസ്ഥ പൂർണ്ണമായി എത്തിച്ചേരുകയുള്ളൂ. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ നിലവിൽ വന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ നിർണായകമായ മുന്നേറ്റം. കരാറിന്റെ ഭാഗമായി ഒമാനിൽ നിന്നുള്ള അർഹമായ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കസ്റ്റംസ് തീരുവ ഇളവുകൾ ലഭ്യമാകുമെന്ന് ഒമാൻ കസ്റ്റംസ് വ്യക്തമാക്കി. കസ്റ്റംസ് നടപടികൾ കൂടുതൽ ലളിതമാകുന്നതോടെ വ്യാപാരികളുടെ ചെലവും സമയവും ഗണ്യമായി കുറയും. 2026 ജൂൺ 1 പ്രാബല്യത്തിൽ വന്ന ഈ ചരിത്രപരമായ കരാറിലൂടെ ഗൾഫ്, ആഫ്രിക്കൻ വിപണികളിലേക്കുള്ള പ്രധാന ലോജിസ്റ്റിക്സ് കേന്ദ്രമായി ഒമാൻ മാറും. ഉൽപാദന, സേവന മേഖലകളിൽ പുതിയ നിക്ഷേപങ്ങൾക്കും വൻ തൊഴിലവസരങ്ങൾക്കും ഇത് വഴിയൊരുക്കും. ടെക്സ്റ്റൈൽ, എഞ്ചിനീയറിംഗ്, പെട്രോ കെമിക്കൽസ് മേഖലകൾക്ക് വലിയ നേട്ടമാകുന്ന ഈ പങ്കാളിത്തം എണ്ണയിതര വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒമാൻ വിഷൻ 2040-നും $11 കോടി വരുന്ന ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി വ്യാപാരത്തിനും പുതിയ ഊർജം പകരും. സൗദി അറേബ്യയിലേക്കും തിരിച്ചുമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ യാത്രാരേഖകൾ കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിമാനത്തിൽ കയറുന്നതിന് മുൻപായി യാത്രക്കാരുടെ പാസ്പോർട്ട്, വിസ തുടങ്ങിയ യാത്രാരേഖകൾ പരിശോധിക്കണമെന്ന് വിമാന കമ്പനികൾക്ക് സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ കർശന നിർദ്ദേശം നൽകി. റെഗുലർ, പ്രൈവറ്റ് വ്യോമയാന സർവീസുകൾക്ക് ഒരുപോലെ ബാധകമായ വിജ്ഞാപനത്തിൽ യാത്രാ ലക്ഷ്യസ്ഥാനങ്ങളിലെയും ട്രാൻസിറ്റ് കേന്ദ്രങ്ങളിലെയും എൻട്രി, എക്സിറ്റ് ചട്ടങ്ങൾ യാത്രക്കാർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് അതോറിറ്റി നിർദ്ദേശിക്കുന്നു. റിയാദ് ഉൾപ്പെടെയുള്ള സൗദി വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കും. തൊഴിൽ, ഉംറ, ടൂറിസ്റ്റ് വിസകളിൽ എത്തുന്നവർ ആവശ്യമായ രേഖകളും കുറഞ്ഞത് 6 മാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ടും കരുതേണ്ടതുണ്ട്. രേഖകളിൽ വ്യത്യാസമോ അപൂർണതയോ കണ്ടെത്തിയാൽ ബോർഡിംഗ് നിഷേധിക്കാൻ എയർലൈനുകൾക്ക് പൂർണ്ണ അധികാരമുണ്ടായിരിക്കും. നിയമങ്ങൾ പാലിക്കാത്ത വിമാന കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും GACA വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളെയും വ്യോമപാതയിലെ നിയന്ത്രണങ്ങളെയും തുടർന്ന് യുഎഇയിൽ നിന്നുള്ള വിമാന സർവീസുകൾ വീണ്ടും തടസ്സപ്പെട്ടു. എമിറേറ്റ്സ്, ഇത്തിഹാദ്, എയർ അറേബ്യ, ഫ്ലൈ ദുബായ് തുടങ്ങിയ പ്രധാന കമ്പനികളുടെ ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ നിരവധി റൂട്ടുകളിലെ ചില വിമാനങ്ങൾ റദ്ദാക്കുകയും വൈകുകയും ചെയ്തിട്ടുണ്ട്. ടെൽ അവീവ് വിമാനത്താവളത്തിലെ തൊഴിലാളി സമരം മൂലം ഇത്തിഹാദിന്റെ സർവീസിനെയും ബാധിച്ചു. ഇന്ത്യയിലേക്കുള്ള ചില സർവീസുകൾ ഉൾപ്പെടെ വൈകാൻ സാധ്യതയുള്ളതിനാൽ വിമാനത്താവളത്തിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് യാത്രക്കാർ തങ്ങളുടെ എയർലൈനുകളുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ ആപ്പിലൂടെയോ വിമാനത്തിന്റെ റിയൽ ടൈം സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.